നമസ്കാരം. IPL മെഗാ താരലേലത്തിൽ ഇന്ത്യയുടെ വെടിക്കെട്ട് ഓപ്പണറും യുവതാരവുമായ പൃഥ്വി ഷാ അൺസോൾഡായി മാറിയതിന്റെ ഞെട്ടലിലാണ് ആരാധകർ. വെറും 75 ലക്ഷം രൂപയായിരുന്നു ലേലത്തിൽ താരത്തിന്റെ അടിസ്ഥാന വില. ഒരു കാലത്ത് 7.5 കോടി വരെ പോയിരുന്ന ഒരു താരത്തിന്റെ വിലയാണ് ഇത്തരത്തിൽ ഇടിഞ്ഞത്. എന്നിട്ട് പോലും ആർക്കും വേണ്ടാത്ത അവസ്ഥ. അത്രയ്ക്കും പരിതാപകരമാണ് പൃഥ്വിയുടെ അവസ്ഥ. രണ്ടാം ദിനം പൃഥ്വിയുടെ പേര് ലേലത്തിൽ വിളിക്കപ്പെട്ടപ്പോൾ ഒരു ടീമും വാങ്ങാൻ താല്പര്യം കാണിച്ചില്ല. ലേലത്തിൻ്റെ അവസാന റൗണ്ടിൽ വിൽക്കപ്പെടാത്ത പ്രധാന താരങ്ങളുടെ പേര് വീണ്ടും എത്തിയപ്പോൾ പൃഥ്വിയും അതിലുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കപ്പെട്ടിരുന്നുവെങ്കിലും അതിൽ പോലും ഉണ്ടായിരുന്നില്ല. അവിടെയാണ് ഒരു വലിയ താരത്തിന് തകർച്ച എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇതോടെ പൃഥ്വിയുടെ സാന്നിധ്യമില്ലാത്ത IPL ആയി 2025 സീസൺ മാറിയിരിക്കുകയാണ്. നേരത്തെ ഡൽഹി ക്യാപിറ്റൽസിന്റെ ഭാഗമായിരുന്ന പൃഥ്വിയെ സീസണിന് ശേഷം ഒഴിവാക്കുകയായിരുന്നു. DC-ക്കൊപ്പമുള്ള കഴിഞ്ഞ 2 സീസണിലും പൃഥ്വിയുടെ പ്രകടനം ശരാശരിക്കും താഴെ പരിതാപകരം തന്നെയായിരുന്നു. 2 സീസണുകളിലുമായി 8 വീതം മത്സരങ്ങളിൽ കളിച്ച പൃഥ്വി 106, 198 എന്നിങ്ങനെയുള്ള സ്കോറുകളാണ് നേടാനായത്. സോഷ്യൽ മീഡിയയിൽ എങ്ങനെയാണ് ആരാധകർ പൃഥ്വിയെക്കുറിച്ച് പ്രതികരിച്ചതെന്ന് നോക്കാം. പൃഥ്വി ഷായുടെ ഈ ഒരു വീഴ്ചയിൽ വലിയ നിരാശയും അതോടൊപ്പം ദുഃഖവും അത്ഭുതമൊക്കെ അറിയിക്കുകയാണ് ആരാധകർ. ഒരു സമയത്ത് ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ഭാവിയായി വിശേഷിക്കപ്പെട്ട അദ്ദേഹം ഇപ്പോൾ IPL പോലും ആർക്കും വേണ്ടാത്തവനായി മാറിയിരിക്കുകയാണ്. ശക്തമായ തിരിച്ചുവരവ് നടത്താൻ അദ്ദേഹത്തിന് സാധിക്കട്ടെ എന്നും ആരാധകർ ആശംസിക്കുന്നുണ്ട്. അടുത്ത സച്ചിൻ ടെണ്ടുൽക്കർ, ഇന്ത്യൻ ക്രിക്കറ്റിലെ ഭാവി സൂപ്പർ താരം, അടുത്ത നായകൻ, ഓൾ ഫോർമാറ്റ് ഓപ്പണർ തുടങ്ങി എന്തെല്ലാം വിശേഷണങ്ങളായിരുന്നു ഒരു കാലത്ത് പൃഥ്വി ഷായ്ക്ക് ഉണ്ടായിരുന്നതെന്ന് നോക്കണം. IPL മെഗാലേലത്തിൽ ഒരു ഫ്രാഞ്ചൈസി പോലും പൃഥ്വിയുടെ കരിയറിൽ വിശ്വാസമർപ്പിക്കാൻ തയ്യാറാകാതിരുന്നത് നിരാശാജനകം തന്നെയാണെന്ന് പറയാം. പൃഥ്വി ഷാ IPL മെഗാലേലത്തിൽ വിൽക്കപ്പെടാതെ പോയത് ശരിക്കും ഷോക്കിംഗ് തന്നെയാണ്. ഈ വീഴ്ചയിൽ അദ്ദേഹത്തിന് സ്വയം പഴിക്കാനേ സാധിക്കുകയുള്ളൂ. കാരണം അഹങ്കാരവും ഫിറ്റ്നസ് പ്രശ്നങ്ങളും കുത്തഴിഞ്ഞ ജീവിതശൈലിയുമെല്ലാമാണ് പൃഥ്വിയുടെ കരിയറിന് വില്ലനായിരിക്കുന്നുവെന്ന് നിസ്സംശയം പറയാം, യാതൊരു മടി കൂടാതെ പറയാം. ക്രിക്കറ്റിനെ വളരെ നിസ്സാരമായി കണ്ട പൃഥ്വിക്ക് ഇതിനപ്പുറം കിട്ടിയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ പറയാനുള്ളത്. ഇനിയെങ്കിലും തെറ്റുകളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് ശക്തമായി തിരിച്ചു വരാൻ ശ്രമിക്കണമെന്നും ആരാധകർ ആവശ്യപ്പെടുന്നുണ്ട്. പൃഥ്വി ഷായെ അവസാനമായി ഡൽഹി ക്യാപിറ്റൽസ് നിലനിർത്തിയത് 7.5 കോടി രൂപയ്ക്കായിരുന്നു. പക്ഷേ ഫിറ്റ്നസ് പ്രശ്നങ്ങളും ഫോമില്ലായ്മയുമെല്ലാം താരത്തിന് തിരിച്ചടിയായി മാറി. 2018 IPL ഡൽഹി ക്യാപിറ്റൽസിനൊപ്പം പൃഥ്വി അരങ്ങേറിയത്. ഇതുവരെ 79 മത്സരങ്ങളിൽ നിന്നായി 147.46 സ്ട്രൈക്ക് റേറ്റിൽ 1892 റൺസാണ് താരത്തിന് സമ്പാദ്യമായിട്ട് പറയാനുള്ളത്. 14 അർദ്ധ സെഞ്ചുറികൾ ഉൾപ്പെടെയാണ് ഇത് വരുന്നത്. 2018 ICC അണ്ടർ-19 ലോകകപ്പിൽ ഇന്ത്യയെ ചാമ്പ്യന്മാരാക്കിയ ക്യാപ്റ്റൻ കൂടിയാണ് പൃഥ്വി ഷാ എന്ന് ഓർക്കേണ്ടതുണ്ട്. അന്ന് ടീമിനെ പരിശീലിപ്പിച്ചതാകട്ടെ സാക്ഷാൽ രാഹുൽ ദ്രാവിഡും. ഇതേ ടീമിന്റെ വൈസ് ക്യാപ്റ്റൻ ആയിരുന്നു ശുഭ്മൻ ഗിൽ. അന്ന് ഗില്ലിനേക്കാൾ താരമൂല്യവും പ്രശസ്തിയും ഉണ്ടായിരുന്ന താരമാണ് പൃഥ്വി. ഇന്ത്യക്ക് വേണ്ടി ടെസ്റ്റ് കളിച്ച് കയ്യടി നേറിയിട്ടുള്ള താരം കൂടിയാണ് പൃഥ്വി ഷാ. എന്നാൽ ഗിൽ ഇപ്പോൾ ദേശീയ ടീമിന്റെ ഭാവി ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സന്ദർഭത്തിൽ പൃഥ്വി ഷാ അപ്രത്യക്ഷനായിരിക്കുകയാണ്. അതാണ് ഇപ്പോൾ ഏറ്റവും വലിയ ചർച്ചയായിട്ട് മാറിയിരിക്കുന്നത്. ആഭ്യന്തര ക്രിക്കറ്റിൽ മുംബൈ ടീമിൽ നിന്ന് പോലും പൃഥ്വി ഷാ അടുത്തിടെയാണ് പുറത്താക്കപ്പെട്ടിരുന്നത്. രഞ്ജി ട്രോഫി ടീമിൽ നിന്നായിരുന്നു താരത്തെ നീക്കിയത്. ഫിറ്റ്നസും അച്ചടക്ക പ്രശ്നങ്ങളും കാരണമാണ് പൃഥ്വിയെ പുറത്താക്കിയതെന്നായിരുന്നു പുറത്തു വന്ന റിപ്പോർട്ടുകൾ. മാനേജ്മെന്റുമായുള്ള കടുത്ത ഉടക്കും വലിയ തിരിച്ചടിയായി മാറിയിട്ടുണ്ട് താരത്തിന്. ഇതിന് പിന്നാലെയാണ് IPL മെഗാലേലത്തിലും ഒരു ഫ്രാഞ്ചൈസി പോലും വാങ്ങാത്ത താരത്തെ അവഗണിച്ചിരിക്കുന്നത്. ഇനി വാങ്ങിയാൽ തന്നെ അതൊരു ബാധ്യതയാകുമെന്ന് എല്ലാവർക്കും ഉറപ്പായിരുന്നു. 26-കാരനായ പൃഥ്വിക്ക് ഇനി കരിയർ തിരിച്ചു പിടിക്കാൻ സാധിക്കുമോ എന്നതാണ് ക്രിക്കറ്റ് ലോകം ഉറ്റുനോക്കുന്നത്.